ഡേറ്റ റിഡക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ ഡേറ്റ റിഡക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഡേറ്റയെ ഒരു റെഡ്യൂസ്ഡ് റെപ്രസെന്റേഷൻ ആക്കുന്ന ടെക്നിക്കിനെയാണ് ഡേറ്റ റിഡക്ഷൻ എന്ന് പറയുന്നത്. റെഡ്യൂസ്ഡ് റെപ്രസെന്റേഷൻ മീൻസ് അതിന്റെ വോളിയം കുറയ്ക്കുക. വോളിയം കുറയ്ക്കുമ്പോൾ ഇറ്റ് ഷുഡ് ക്ലോസ്ലി റെപ്രസെന്റ് ദി ഒറിജിനൽ ഡേറ്റ. അങ്ങനത്തെ ഒരു റെപ്രസെന്റേഷൻ ഉണ്ടാക്കുന്നതിനെയാണ് ഡേറ്റ റിഡക്ഷൻ എന്ന് പറയുന്നത്. മെയിൻലി അതിന് 5 ടെക്നിക്സ് ആണ്, അല്ലെങ്കിൽ 5 ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് ഡേറ്റ റിഡക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡേറ്റ ക്യൂബ് ആഗ്രിഗേഷൻ ആണ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ ആണ്. തേർഡ് മെത്തേഡ് ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ. ഫോർത്ത് മെത്തേഡ് ന്യൂമറോസിറ്റി റിഡക്ഷൻ. ആൻഡ് ഫിഫ്ത് മെത്തേഡ് എന്ന് പറയുന്നത് ഡിസ്ക്രിറ്റൈസേഷൻ ആൻഡ് കോൺസെപ്റ്റ് ഹൈറാർക്കി ജനറേഷൻ. അപ്പോൾ നമുക്ക് ഇതിലെ കുറച്ച് മെത്തേഡ്സ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം, ബാക്കി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡേറ്റ ക്യൂബ് ആഗ്രിഗേഷൻ ആണ്. ഡേറ്റ ക്യൂബ് ആഗ്രിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് നമ്മുടെ കയ്യിലുള്ളത് 2002-2004 വരെയുള്ള എല്ലാ കൊല്ലത്തിലെയും ക്വാർട്ടർലി സെയിൽസ് ആണെന്ന് വിചാരിക്കാം. അതായത് 4 മന്ത്സിന്റെ സെയിൽസ് ആണെന്ന് വിചാരിക്കാം. നമുക്ക് വേണ്ടത് ആനുവൽ സെയിൽസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവരൊക്കെ ആഡ് ചെയ്തിട്ട് അഗ്രിഗേറ്റ് ചെയ്തിട്ട് നമുക്ക് ആനുവൽ സെയിൽസ് കണ്ടുപിടിക്കും. ഈ അഗ്രിഗേഷനെ പറയുന്നതാണ് ഡേറ്റ ക്യൂബ് അഗ്രിഗേഷൻ. അപ്പൊ ഈ പല സെറ്റ് ഓഫ് ഡേറ്റയെ നമ്മൾ അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒരു ഡാറ്റ ക്യൂബ് മോഡലിലാണ് നമ്മൾ മോഡൽ ചെയ്യുക. ആ ക്യൂബില് ഡാറ്റ ക്യൂബില് ഉണ്ടാകുന്നത് മൾട്ടി ഡൈമെൻഷണൽ ആഗ്രിഗേറ്റഡ് ഡാറ്റ ആയിരിക്കും. ഡാറ്റ ക്യൂബിലെ ഓരോ സെല്ലിലും ആഗ്രിഗേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഈ ഡാറ്റ ക്യൂബിന്റെ ഒരു ആക്സിസിൽ നമ്മൾ ഇയേഴ്സ് ആയിരിക്കും, ഒരു ആക്സിസിൽ ബ്രാഞ്ചുകളുടെ പേരുകളായിരിക്കും, ഒരു ആക്സിസിൽ ഐറ്റംസ് ഏതൊക്കെ സെല് ചെയ്തു അതായിരിക്കും. അപ്പൊ ഓരോ സെല്ലിന്റെ ഉള്ളിൽ നമുക്കൊരു അഗ്രിഗേറ്റഡ് ഇൻഫർമേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇപ്പം ലോവസ്റ്റ് ലെവൽ ഓഫ് ക്യൂബോയിഡിനെ പറയുന്ന പേരാണ് ബേസ് ക്യൂബോയിഡ്. ഫോർ എക്സാമ്പിൾ, പെർട്ടിക്കുലർ സെയിൽസ് ഫോർ പെർട്ടിക്കുലർ ഇയർ, അല്ലെങ്കിൽ ഒരു ഐറ്റത്തിന്റെ പെർട്ടിക്കുലർ സെയിൽസ്, ആ ഒരു ക്യൂബോയിഡ് ഒരു സ്മോളർ സ്ട്രക്ചർ, ഒരു സ്മോളർ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷനിലുള്ള ക്യൂബിനെ പറയുന്നതാണ് ബേസ് ക്യൂബോയിഡ്. അങ്ങനെ കുറെ ബേസ് ക്യൂബോയിഡ്സ് കൂട്ടിവിട്ട് വെക്കുമ്പോൾ നമുക്കൊരു വലിയ ക്യൂബ് കിട്ടും. അതിനെ പറയുന്നതാണ് എപെക്സ് ക്യൂബോയിഡ്. എപെക്സ് ക്യൂബോയിഡിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ടോട്ടൽ ഓഫ് 3 ഇയേഴ്സ് ഫോർ എ പെർട്ടിക്കുലർ ഐറ്റം, അല്ലെങ്കിൽ ടോട്ടൽ ഓഫ് 3 ഇയേഴ്സ് ഫോർ ഓൾ ദി ഐറ്റംസ്, ടോട്ടൽ ഓഫ് ഓൾ ദി ബ്രാഞ്ചസ് ഫോർ ഓൾ ദി 3 ഇയേഴ്സ്, അങ്ങനെ ഒരു ഫുൾ ടോട്ടൽ കിട്ടുന്നതിനാണ് നമ്മൾ എപെക്സ് ക്യൂബോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഡേറ്റ ക്യൂബ് ആഗ്രിഗേഷൻ. ദി സെക്കൻഡ് ഡേറ്റ റിഡക്ഷൻ ടെക്നിക് ആണ് ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ. നമ്മുടെ കയ്യിലുള്ള ഡേറ്റ ഭയങ്കര വലിയ ഡേറ്റ ആയിരിക്കും, കുറെ ഫീച്ചേഴ്സ്, ഹൺഡ്രഡ്സ് ഓഫ് ഫീച്ചേഴ്സ് ഉള്ള ഡേറ്റ ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എനിക്ക് അറിയേണ്ടത് ഒരാള് ഒരു പെർട്ടിക്കുലർ CD അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ DVD മേടിക്കുമോ ഇല്ലയോ, അത് മേടിക്കാൻ ഒരു മ്യൂസിക് CD ആയിരിക്കാം, അത് മേടിക്കാനുള്ള ആളുടെ എന്താ പറയുക, ആ ആള് അത് മേടിക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ എനിക്കിപ്പോൾ ആളുടെ ഏജും ആളുടെ ലൊക്കേഷൻ, ആളുടെ ലാംഗ്വേജ്, അതേപോലെ ആളുടെ മ്യൂസിക് ടേസ്റ്റ്, ഏത് ടേസ്റ്റാണ് ആൾക്ക് ഇഷ്ടം, അത് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും. പക്ഷെ ആളുടെ ഫോൺ നമ്പറിന്റെ ആവശ്യം എനിക്കില്ല. അപ്പൊ അങ്ങനെ ഇറലവന്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ടാവാം ഡേറ്റയിൽ. അപ്പൊ അത് നമുക്ക് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇത് മാനുവലി നമ്മൾ പിക്ക് ചെയ്ത് റിമൂവ് ചെയ്യുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഈ ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷനിൽ നമ്മൾ റിഡണ്ടന്റ് ആയിട്ടുള്ളതും ഇറലവന്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സും റിമൂവ് ചെയ്തിട്ട് ഡേറ്റയുടെ സൈസ് റെഡ്യൂസ് ചെയ്യാണ്. അപ്പൊ ഇതിൽ 4 ടെക്നിക്സ് ആണുള്ളത്. ഒന്ന് സ്റ്റെപ്പ് വൈസ് ഫോർവേഡ് സെലക്ഷൻ, പിന്നെ സ്റ്റെപ്പ് വൈസ് ബാക്ക്വേർഡ് എലിമിനേഷൻ, പിന്നെ കോമ്പിനേഷൻ ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്, പിന്നെ ഡിസിഷൻ ട്രീ ഇൻഡക്ഷൻ. അപ്പൊ ഇനി ഓരോ ടെക്നിക്സും ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഡേറ്റ റിഡക്ഷനിലെ ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷനിലെ ഫസ്റ്റ് ടെക്നിക് എന്ന് പറയുന്നത് സ്റ്റെപ്പ് വൈസ് ഫോർവേഡ് സെലക്ഷൻ ആണ്. അപ്പൊ ഇതിൽ നമ്മൾ ഇനീഷ്യലി നമ്മുടെ കയ്യിൽ ഒരു എംപ്റ്റി സെറ്റ് ആണ് ഉണ്ടാവുക. നമ്മുടെ കയ്യിൽ ഡേറ്റയിലുള്ള ആട്രിബ്യൂട്ട്സിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ടിനെ എടുത്തിട്ട് ഇതിനകത്ത് ഇടും, ഈ സെറ്റിനകത്ത് ഇടും. എന്നിട്ട് അടുത്ത ഇറ്ററേഷന് അടുത്ത ബെസ്റ്റ് റിമൈനിങ് ലിസ്റ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിൽ നിന്ന് അടുത്ത ബെസ്റ്റ് ആട്രിബ്യൂട്ട് എടുക്കും, ഈ സെറ്റിലേക്ക് ഇടും. അങ്ങനെ ഐട്രേറ്റ് ചെയ്ത് നമ്മൾ ബെസ്റ്റ് ആട്രിബ്യൂട്ട്സിന്റെ ഒരു കളക്ഷൻ ഉണ്ടാക്കും. ഇതിനെ പറയുന്നതാണ് സ്റ്റെപ്പ് വൈസ് ഫോർവേഡ് സെലക്ഷൻ. ആട്രിബ്യൂട്ട് ലിസ്റ്റിൽ നിന്ന് ബെസ്റ്റിനെ എടുക്കുന്നു, എംപ്റ്റി സെറ്റിലേക്ക് ഇടുന്നു, അടുത്ത ബെസ്റ്റിനെ എടുക്കുന്നു, ഈ സെറ്റിലേക്ക് റെഡ്യൂസ് സെറ്റിലേക്ക് ഇടുന്നു, അടുത്ത ബെസ്റ്റിനെ എടുക്കുന്നു, റെഡ്യൂസ് സെറ്റിലേക്ക് ഇടുന്നു. അങ്ങനെ നമ്മളൊരു റെഡ്യൂസ് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ടാക്കുന്നു. ഇതിനെയാണ് സ്റ്റെപ്പ് വൈസ് ഫോർവേഡ് സെലക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റെപ്പ് വൈസ് ബാക്ക്വേർഡ് എലിമിനേഷൻ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് നമ്മുടെ കയ്യിൽ എല്ലാ ആട്രിബ്യൂട്ട്സും ഉണ്ട്, നമ്മൾ ഇതിലെ വേർസ്റ്റ് ആട്രിബ്യൂട്ടിനെ ആദ്യം എടുത്ത് കളയുന്നു, സെക്കൻഡ് ഐട്രേഷന്റെ അടുത്ത വേർസ്റ്റ് ആട്രിബ്യൂട്ടിനെ എടുത്ത് കളയുന്നു, തേർഡ് ഐട്രേഷന്റെ അടുത്ത വേർസ്റ്റ് ആട്രിബ്യൂട്ടിനെ എടുത്ത് കളയുന്നു.
അങ്ങനെ ഒറിജിനലി ഉണ്ടായിരുന്ന എല്ലാ ആട്രിബ്യൂട്ട്സിനും നമ്മൾ റെഡ്യൂസ്ഡ് ആട്രിബ്യൂട്ട് സബ്സെറ്റ് ഉണ്ടാക്കുന്നു, വിച്ച് കണ്ടെയ്ൻസ് ഓൺലി ബെസ്റ്റ് ആട്രിബ്യൂട്ട്സ്. അതായത് വേഴ്സ്റ്റ് ആയിട്ടുള്ളതെല്ലാം കളഞ്ഞിട്ട് ബാക്കിയുള്ളത് മാത്രം നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഇതിനെയാണ് സ്റ്റെപ്പ് വൈസ് ബാക്ക്വേർഡ് എലിമിനേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കോമ്പിനേഷൻ എന്തായിരിക്കും? ഒരു ഐട്രേഷനിൽ നമ്മൾ കളയുകയും ചെയ്യുന്നു, ആഡ് ചെയ്യുകയും ചെയ്യുന്നു. അത് രണ്ട് മെത്തേഡും കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നതിനെയാണ് കോമ്പിനേഷൻ ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ മെത്തേഡ് ഡിസിഷൻ ട്രീ ഇൻഡക്ഷൻ ആണ്. മോഡ്യൂൾ 1 ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. ഇന്റേണൽ നോഡ് വിൽ റെപ്രസെന്റ് ഡിസിഷൻസ്, ഓരോ ബ്രാഞ്ച് വിൽ റെപ്രസെന്റ് ഡിസിഷൻ, ഔട്ട്കം ഓഫ് ഡിസിഷൻ, പിന്നെ യെസ് അല്ലെങ്കിൽ നോ. പിന്നെ the leaf nodes will represent target classes. അപ്പോൾ ഇതാണ് ഡിസിഷൻ ട്രീ ബേസ്ഡ് ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ. മൂന്നാമത്തെ ഡേറ്റ റിഡക്ഷൻ ടെക്നീക്ക് ആണ് ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ. ഇവിടെ നമ്മൾ ഒറിജിനൽ ഡേറ്റയുടെ ഡൈമെൻഷൻസ് കുറയ്ക്കുകയാണ് by using some encoding techniques like wavelet transformation or principal component analysis. ഇങ്ങനത്തെ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് സ്റ്റാൻഡേർഡ് അൽഗോറിതംസ് ആണ്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡേറ്റയുടെ ഡൈമെൻഷണൽ അപ്പിയറൻസ്, ഡേറ്റയുടെ റെപ്രസെന്റേഷൻ എൻകോഡിംഗ് ടെക്നിക്സ് വഴി മാറ്റുന്നതിനെയാണ് ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറയുന്നത്. ഡേറ്റ റിഡക്ഷന്റെ ബാക്കി 2 മെത്തേഡ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഒരു അറിവും ചെറുതല്ല. ബൈ.